അമേരിക്കൻ ക്രൈസ്തവ ടെലിവിഷൻ ഡേ സ്റ്റാർ സഹസ്ഥാപക ജോണി ലാംബ് 65 അന്തരിച്ചു. ക്രൈസ്തവ ടെലിവിഷൻ ലോകത്തെ സ്വാധീനിച്ച പ്രമുഖ മാധ്യമ പ്രവർത്തകയ്ക്ക് വിട. പ്രസാദ് തിയാടിക്കൽ, യുഎസ്, ടെക്സസ്. അമേരിക്കൻ ക്രൈസ്തവ ടെലിവിഷൻ രംഗത്തെ ശ്രദ്ധേയ വ്യക്തിത്വവും ഡെ സഹസ്ഥാപകയുമായ ജോണി ലാംബ് അന്തരിച്ചു. 65 വയസ്സായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളെയും പിന്നിലെ പരിക്കിനെ തുടർന്നുണ്ടായ സങ്കീർണതകളെയും തുടർന്നായിരുന്നു മരണമെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. 1980കളിൽ ഭർത്താവായ മാർക്കസ് ലാംബിനൊപ്പം ചെറിയ ക്രൈസ്തവ ടെലിവിഷൻ ശുശ്രൂഷയായി ആരംഭിച്ച പ്രവർത്തനം പിന്നീട് ലോകത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവ ടെലിവിഷൻ ശൃംഖലകളിലൊന്നായ ഡേ സ്റ്റാർ ടെലിവിഷൻ ആയി വളർന്നു. ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് പ്രേക്ഷകരിലേക്ക് സുവിശേഷ സന്ദേശം എത്തിക്കുന്നതിൽ ജോണി ലാംബ് നിർണായക പങ്കുവഹിച്ചു. ജോണി അമത് ഔദ് കരട് തുടങ്ങിയ ടെലിവിഷൻ പരിപാടികളിലൂടെ അവർ ക്രൈസ്തവ കുടുംബങ്ങളിൽ സുപരിചിതയായി മാറി. വിശ്വാസം, കുടുംബജീവിതം, ആത്മീയത, സാമൂഹിക വിഷയങ്ങൾ തുടങ്ങിയവ ചർച്ച ചെയ്തിരുന്ന അവരുടെ അവതരണ ശൈലി നിരവധി പ്രേക്ഷകരെ സ്വാധീനിച്ചിരുന്നു. 2004-ൽ അവരുടെ ടോക്ക് ഷോ മികച്ച മതപരമായ ടെലിവിഷൻ പരിപാടിക്കുള്ള അംഗീകാരവും നേടിയിരുന്നു. 1960 ജൂലൈ 19 അമേരിക്കയിലെ സൗത്ത് കരോലിനയിലെ ഗ്രീൻവില്ലിൽ ജനിച്ച ജോണി ട്രമ്മൽ പിന്നീട് മാർക്കസ് ലാംബിനെ വിവാഹം ചെയ്തു. വിവാഹശേഷം ഇരുവരും ചേർന്ന് സുവിശേഷ പ്രവർത്തനങ്ങളിലും ടെലിവിഷൻ ശുശ്രൂഷയിലും സജീവമായി. 1990കളിൽ ടെക്സിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിച്ച ഇവർ പിന്നീട് ഡേ സ്റ്റാർ സ്ഥാപിച്ചു. 2021-ൽ കോവിഡ് ബാധയെ തുടർന്ന് മാർക്കസ് ലാംബ് അന്തരിച്ചതിനുശേഷം ഡേ സ്റ്റാറിന്റെ പ്രവർത്തനങ്ങൾ ജോണി ലാംബ് നേതൃത്വം നൽകി മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. പിന്നീട് 2023-ൽ ഡഗ് വൈസ് എന്ന ക്രൈസ്തവ കൗൺസിലറുമായി അവർ വിവാഹിതയായി. ജോണി ലാംബിന്റെ നിര്യാണത്തിൽ അമേരിക്കയിലെയും ലോകമെമ്പാടുമുള്ള നിരവധി ക്രൈസ്തവ നേതാക്കളും ശുശ്രൂഷകരും അനുശോചനം രേഖപ്പെടുത്തി. ക്രൈസ്തവ മാധ്യമരംഗത്ത് അവർ നൽകിയ സംഭാവനകൾ എന്നും ഓർമ്മിക്കപ്പെടുമെന്ന് അനുശോചന സന്ദേശങ്ങളിൽ പറയുന്നു.